മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പിണറായി സർക്കാരിന്റെ മാധ്യമവിരുദ്ധ നടപടികൾക്കെതിരെയും ഏഷ്യാനെറ്റ് കൊച്ചി ബ്യൂറോ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചും ആം ആദ്മി പാർട്ടി തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുമ്പിൽ അഖില നന്ദകുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്ന സർക്കാർ കേരളം അപ്പാടെ കീഴ്മേൽ മറിക്കുകയും ആ കീഴ്മേൽ മറിക്കുന്നത് ചോദ്യം ചെയ്യുന്ന ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ കാവലാളായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനം തന്നെ തടങ്കല്ലാക്കുന്ന രീതിയിലുള്ള പോലീസ് രാജ് നടപ്പിലാക്കാനാണ് കേരളത്തിൽ ശ്രമിക്കുന്നത്. കേരള ജനതയ്ക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഒരു തവണ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നമ്മൾ ഒരു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങള് ഒരു പുതിയ ഭരണകൂടം സൃഷ്ടിക്കാമെന്നും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സമ്പുഷ്ടിയുടെയും സമ്പന്നതയുടെയും നിയമവാഴ്ചയുടെയും ഒക്കെ ലോകത്തിൽ എത്തിക്കാമെന്നും പറഞ്ഞ് അധികാരത്തിലേറി വരുന്നവർ, ആ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ കേരളത്തിൽ ജീവിക്കാനൊക്കാത്ത അവസ്ഥയായി. നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഇല്ല. വെള്ളത്തിന് മാസത്തിലും വില കൂട്ടുകയാണ്. നമുക്ക് ലൈറ്റിട്ട് ഫാനിട്ട് ചൂടത്ത് കിടന്നിറങ്ങാനൊക്കെ ഇല്ല. കറണ്ടിന് വൈദ്യുതി വില കൂട്ടുകയാണ്. നമുക്ക് പെട്രോൾ വാങ്ങിക്കാക്കോ അതിലും സംസ്ഥാന സർക്കാർ കൈയിട്ട് വരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ജീവിതം അത്രയും ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ഭരണകൂടത്തിന്റെ ഭാഗമായ ഭരണകൂടത്തിന്റെ പ്രവർത്തകരായ SFI നേതാക്കൾ പരീക്ഷ പോലും എഴുതാതെ ജയിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതോടൊപ്പം ഒരു തെറ്റ് നടന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള മാധ്യമ ലോകത്തിന് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യങ്ങളെയെല്ലാം കടക്കൽ കത്തിവെക്കുന്ന നിലയിലാണ് ഇന്നലെ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തവരുടെ സർക്കാർ കാണിക്കുന്നത്. എന്താ സർക്കാർ അതിലെ നൽകുന്ന മെസ്സേജ്, അതിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്? സർക്കാരിനെതിരെയോ സർക്കാരിനെ താങ്ങി നിർത്തുന്ന അവരുടെ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്കെതിരെയോ അവർ കാണിക്കുന്ന കള്ളത്തരങ്ങളും കെടുകാര്യങ്ങളെയും കണ്ടുപിടിച്ചാൽ കമാൻഡാവെ അവർക്ക് വീണ വായിക്കണമെന്നാണ് ഈ അറസ്റ്റിൽ ഈ കേസെടുത്തവരുടെ സർക്കാർ നൽകാൻ ശ്രമിക്കുന്ന മെസ്സേജ്. ഇത് കേരളത്തിന് പ്രശ്നമല്ല, ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രശ്നമല്ല. കേരളത്തിലെ ജനത ഇത് അനുവദിച്ച് നൽകിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഭരണം എന്ന് പറയുന്നത് എതിരഭിപ്രായം പറയുന്നവരെ പോലീസിനെ കൊണ്ട് കേസെടുത്തും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നടത്തേണ്ട ഒരു പ്രക്രിയയല്ല. മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഓരോ പൗരനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനും അവന് സ്വതന്ത്രമായി ജീവിക്കാനും അവന് ജനാധിപത്യ സംവിധാനം നൽകുന്ന എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാനുമാണ് പോലീസ്. അല്ലാതെ പോലീസ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഭരണകൂടത്തിന്റെ കയ്യാളകളായി മാറാൻ പാടില്ല. അതനുസരിച്ചല്ല ഇവിടെ ഭരണം നടത്തേണ്ടത്. മറിച്ച് പോലീസ് ആയാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും അവര് പ്രവർത്തിക്കേണ്ടത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും പിൻബലത്തിലാണ്. അല്ലാതെയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നാൽ അതിനെ രണ്ടു കൈയും കെട്ടി നോക്കിയിരിക്കാൻ കേരള ജനത തയ്യാറില്ല എന്നൊക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അഖില നന്ദകുമാർ ഒറ്റയ്ക്കല്ല എന്നും കേരള
കേരളത്തിലെ മാധ്യമലോകം ഒറ്റയ്ക്കല്ല എന്നും മാധ്യമലോകത്തോടൊപ്പം ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജനകീയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആം ആദ്മി പാർട്ടി കേരളത്തിലെ മാധ്യമ ലോകത്തോടൊപ്പം ഉണ്ട് എന്നും ഏതറ്റം വരെ പോലീസ് കേസെടുത്താലും അതിനെ നിങ്ങളോടൊപ്പം നേരിടാൻ ഞങ്ങളും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുവാൻ മാത്രമാണ് ഞാൻ അവസരം ഉപയോഗിക്കുന്നത്. നന്ദി. നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ടിവിയിൽ കൂടെ ലൈവ് കണ്ടതാണ് അഖില നന്ദകുമാർ ചെയ്ത തെറ്റ് എന്താണെന്ന്. എല്ലാവരും കണ്ടതാണ്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമത്തെ മൂച്ചുവിലങ്ങിടാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വല്യേട്ടനായ കോട്ടണിഞ്ഞ മോദി ഇവിടെ മുണ്ടെടുത്തവർ മോദിക്ക് പഠിക്കുകയാണ്. ഇവിടെ മോദിക്ക് പഠിക്കുകയല്ല, ഇപ്പൊ മോദിയെക്കാളും മുകളിലാണ് പിണറായിയുടെ സ്ഥാനം ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയിട്ട്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ട ഞങ്ങളുടെ ഏറ്റവും വലിയ കടമയാണെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ തന്നെ ഇന്ന് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്ത് മാധ്യമ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്ത സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകയെ തുറങ്കിലടയ്ക്കാൻ വേണ്ടി കേസെടുത്തിരിക്കുകയാണ്. കള്ളക്കേസ്. ഇത് ഏത് കൊച്ചു കുഞ്ഞിന് വരെ മനസ്സിലാവുന്ന കേസാണ്. എന്താണ് ഈ കേസ് എന്നുള്ള കാര്യം. ഇവിടെ കെ വിദ്യ കെ എന്ന് കേൾക്കും തെറ്റിദ്ധരിക്കരുത്. പിണറായിയുടെ കമല എന്ന അതിന്റെ ഷോർട്ട് ഫോം അല്ല. അതായത് ഇപ്പൊ എല്ലാം കെ ചേർത്താണല്ലോ. അത് കേരളം എന്നൊക്കെ പേരിനെ ഉള്ളൂ. പിണറായിയുടെ മേഡത്തിന്റെ പേര് കമല എന്ന മേഡത്തിന്റെ പേരിലാണ് എല്ലാം നടക്കുന്നത്. കെ റെയിൽ, കെ ഫോൺ, അങ്ങനെയെല്ലാം. അതെല്ലാം കക്കാൻ അവസരമുള്ളിടത്തേ കെ ചേർക്കാറുള്ളൂ. അല്ല തകർന്നു കിടക്കുന്ന KSRTCയോ വേറെ ഒന്നിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് കെ ചേർക്കാറില്ല. എവിടെ കക്കാൻ അവസരം കിട്ടും അവിടെ കെ ചേർക്കാം. ഇനിയിപ്പോ ഇത് മോദി ചെയ്ത പോലെ നോർത്ത് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുത്തതുപോലെ സുഹൃത്തായ ഗൗതം അദാനിയെ കൊണ്ട് വിലക്കെടുത്തിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ TV എന്താ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ചാനൽ, ഹിന്ദി ചാനൽ വെച്ചാൽ അറിയാം. അവിടെ ഒന്നും മോദി സർക്കാർ ചെയ്യുന്ന തെറ്റായ തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചാനലില്ല. എല്ലാം അതിന്റെ 51% കൂടുതൽ ഓഹരി അദാനി കൈയിറങ്ങി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ പച്ചയ്ക്ക് കൈയടക്കാൻ പറ്റത്തില്ല, കേരളമല്ലേ. അതുകൊണ്ട് ഇവരെ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാം. അപ്പോൾ പിന്നെ ഞങ്ങൾക്കെതിരെ SFIക്കെതിരെ ഇന്നലെ ഒരു അഹങ്കാരിയായ ഈ ഗോവിന്ദനൊക്കെ പാർട്ടി സെക്രട്ടറി വന്നപ്പോൾ നമ്മൾ ചെറിയ പ്രതീക്ഷയുണ്ട് ഇനിയെങ്കിലും പിണറായിക്കെതിരെ ഒരു വാക്കും പിണറായി ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ ഒരു വാക്കും പറയുമെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗോവിന്ദന്റെ ഭാര്യ തന്നെ അവിടെ ആന്തൂർ നഗരസഭയിൽ ചെയ്ത തെറ്റുകളൊക്കെ കാണിച്ച് പിണറായി ഭീഷണിപ്പെടുത്തിയപ്പോൾ പിണറായിയുടെ അതേ വഴിക്ക് ഗോവിന്ദനും എത്തി. ഇന്ന് ഗോവിന്ദൻ മെനിഞ്ഞാന്ന് അഹങ്കാരത്തോടെ പറയാണ് ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന SFIക്കെതിരെ, ഞങ്ങളുടെ ഗവൺമെന്റിനെതിരെ കേസ് ശ്രദ്ധിച്ചാൽ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നാൽ ഓരോ മാധ്യമ പ്രവർത്തനെയും പിടിച്ച് ജയിലിനുള്ളിലാക്കുമെന്ന് പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തിയ ഒരു പാർട്ടി സെക്രട്ടറി. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാനത് ധരിപ്പിക്കുന്നില്ല. ഈ യോഗത്തിന് ഇവിടെ പങ്കെടുത്ത എല്ലാ ആം ആദ്മി പ്രവർത്തകർക്കും ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.